ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ശരിയാണ് അലി, ബെന്യാമിൻ്റെ ജീവിതം സാർത്ഥകമാകുന്ന മറ്റൊരു ദിവസം കൂടിയാണ്. എഴുത്തിൽ മാത്രമായി കണ്ട നജീബിനെ ഇനി പ്രേക്ഷകർ ദൃശ്യങ്ങളിലൂടെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അതിൻ്റെ ദൃശ്യഭാഷ എങ്ങനെയുണ്ട് എന്നതാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ ആദ്യത്തെ റിപ്പോർട്ടുകൾ വന്നു തുടങ്ങും. ആടുജീവിതം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ നിൽക്കുന്നത് നോക്കൂ, നെയ്യപ്പ ജീവിതത്തിൻ്റെ നടുക്കാണ് അല്ലേ. എത്ര നെയ്യപ്പങ്ങൾ ഇവിടെ ഞങ്ങൾ കുറേ പേരൊക്കെ കഴിച്ചു. ഇനി കഴിക്കാത്തവരുണ്ടെങ്കിൽ നെയ്യപ്പം എടുക്കാം. ചേട്ടാ വീട്ടിലേക്ക് ദേവരാജ് ചേട്ടാ കഴിച്ചു ഇവിടെ ഒരെണ്ണം കഴിച്ചു, ഒരെണ്ണം പിടിച്ചു. ഇവിടെ കിട്ടാത്തവരുണ്ടെങ്കിൽ വന്നു. അപ്പോൾ നെയ്യപ്പം, അപ്പോൾ നെയ്യപ്പമായിട്ട്, അപ്പോൾ നെയ്യപ്പത്തിൻ്റെ ഈ രുചിയുടെ രഹസ്യം അതാണ് ആദ്യം അറിയേണ്ടത് ശ്യാമള ചേച്ചി. രുചി ഞാൻ 25 വർഷമായി ഞാൻ ഈ തൊഴിലെടുത്ത് ജീവിക്കുന്നത്. 25 വർഷമായിട്ട് 25 വർഷമായി അല്ലേ. 25 വർഷമായിട്ട് നെയ്യപ്പം ചുടുന്നു. അപ്പോൾ കണ്ണടച്ച പോലെ ഇപ്പോൾ ഏത് രാത്രിയിലാണെങ്കിലും അതിൻ്റെ കൂട്ട് പറയും അല്ലേ. എങ്ങനെയാ കൂട്ടുണ്ടാക്കണം നെയ്യപ്പത്തിൻ്റെ? അരിപ്പൊടി, മൈദപ്പൊടി, ശർക്കര, പാനി വെച്ചിട്ടല്ലേ, എള്ള്, ഏലക്കായ, കൊട്ടത്തേങ്ങ മുറിച്ചിടും, എണ്ണയിൽ വാട്ടിയിട്ടിടും. പിന്നെന്താ ഉണ്ടാവുക? ഇത്രയേ ഉള്ളൂ. പഴം ഉണ്ടാക്കുമോ? ഇല്ലല്ലോ, പഴമില്ല. ഈ സാധാരണ നെയ്യപ്പത്തിൽ പഴം ഇടാറില്ലല്ലോ, ഉണ്ണിയപ്പത്തിലാണ് പഴം ചേർക്കണേ അല്ലേ. ഇത് ചേർത്തിട്ട് ഏത് എണ്ണയിലാണ് ഉണ്ടാക്കണേ? ഇത് ഒറിജിനൽ പാമിൽ വെള്ളയിൽ ഉണ്ടാക്കും. അതിങ്ങനെ പൊങ്ങി വരും കൃത്യം. സോഡ ചേർക്കുമോ? കാരം ഇല്ല. സാധോ ചേർക്കും എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഇങ്ങനെ പൊള്ളി വരാൻ ഇത് ചേർക്കലില്ല. ഇത് എത്ര നേരം വേണം പാകായി വരാൻ? ഒരു 2 മണിക്കൂർ. 2 മണിക്കൂർ മാവ് കൂട്ടി വെച്ചാൽ മതി അല്ലേ. അപ്പം നെയ്യപ്പം പാകമായിട്ട് വരാൻ ഇങ്ങനെ 2 മണിക്കൂർ കൂട്ടൊക്കെ ഒരുക്കി ശ്യാമള ചേച്ചിയുടെ വീട്ടിൽ നിന്ന് നല്ല ഗംഭീര നെയ്യപ്പമൊക്കെ കഴിച്ചു. അപ്പോൾ നെയ്യപ്പം പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നതാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയവും. അപ്പോൾ കോഴിക്കോട് രാഷ്ട്രീയം ഇപ്പം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. ആർക്കാണ് സാധ്യത? നമ്മുടെ കരിമക്കയാണ്. ആണോ? അങ്ങനെ സാധ്യതയുണ്ട്. ആണോ? അപ്പോൾ പുള്ളിയാണ്. അപ്പോൾ കോഴിക്കോട് മണ്ഡലത്തിൽ ഇടതുമുന്നണിക്കൊരു സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പോഴത്തെ സിറ്റിംഗ് MP കാര്യമായിട്ടൊന്നും ചെയ്തില്ല എന്നാണോ അഭിപ്രായം? അപ്പോൾ MP രാഘവൻ അങ്ങനൊന്നുമില്ല. അത് നമുക്ക് അത്ര വലിയൊരു ഇതില്ല. പക്ഷേ ഇളമരം കരിയും ജയിക്കും, അതാണ് കാഴ്ചപ്പാട് അല്ലേ. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ നോക്കൂ, അപ്പോൾ രാഷ്ട്രീയമുണ്ട്, നെയ്യപ്പത്തിൻ്റെ കൂട്ടുണ്ട്, നെയ്യപ്പത്തിൻ്റെ രഹസ്യം പറഞ്ഞു. അപ്പോൾ ശ്യാമള ചേച്ചിയുടെ വീട്ടിലെ ഉണ്ണിയപ്പം ഇവിടുന്ന് കൊടുക്കുമോ നിങ്ങൾ? ആൾക്കാർ ഇവിടെ വന്നാലും കൊടുക്കും. അപ്പോൾ ബേപ്പൂർ തുറമുഖത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബേപ്പൂർ തുറമുഖത്ത് ഒരു കഷ്ടിച്ച് 50 മീറ്ററല്ലേ ഉള്ളൂ ഇങ്ങോട്ട് അല്ലേ. 50 മീറ്റർ എങ്ങോട്ട് പോകണം? ഏത് സ്ഥലത്തേക്കാണ്? ഭദ്രകാളി പരിസരത്തേക്ക് അല്ലേ. വടക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശ്യാമള ചേച്ചിയുടെ വീട് അന്വേഷിച്ചാൽ മതി. ശ്യാമള ചേച്ചിയുടെ വീട് അന്വേഷിച്ചാൽ നല്ല നെയ്യപ്പം, ചുട്ടെടുത്ത നെയ്യപ്പം കിട്ടും. നല്ല ചൂടോടുകൂടി നല്ല എള്ളും നല്ല കൊട്ടത്തേങ്ങയുടെ ചെറിയ കഷ്ണവും നല്ല അരിയും ഒക്കെ കൂടി ഇട്ടിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ ചെറിയൊരു കടി ഉണ്ടാവും ഇതിൻ്റെ സൈഡിൽ.